മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ മലയാളം ഫസ്റ്റ് സൈലത്തിന്റെ കൂടെ നമ്മൾ തകർത്ത് അടിപൊളിയാക്കി നമ്മൾ പരീക്ഷ എഴുതി അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പരീക്ഷ പേപ്പറിൽ നിങ്ങൾ കണ്ടതാണ്, ചോദ്യ പേപ്പറിൽ നിങ്ങൾ കണ്ടതാണ് അല്ലേ. അതുപോലെ ഇംഗ്ലീഷ് ആവട്ടെ, മാത്സ് ആവട്ടെ, ഒക്കെ നമ്മൾ ഉഷാറായി അടിപൊളിയായി നമ്മൾ സൈലത്തിന്റെ കൂടെ പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് അല്ലെ, ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഏതാണ്? ആദ്യം മലയാളമാണ് അല്ലെ. മലയാള സെക്കൻഡ് ആണ്. എങ്ങനെയാണോ മലയാളം ഫസ്റ്റ് നമ്മൾ പഠിച്ചത് അതേപോലെ നമ്മൾ മലയാള സെക്കൻഡ് നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാ പഠിക്കേണ്ടത്, അങ്ങനെ ഒരു ഐഡിയ അല്ലെ, അങ്ങനെ ഒരു മാർഗനിർദ്ദേശം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ടീച്ചർ വന്നിരിക്കണേ. അപ്പോൾ 3 യൂണിറ്റുകളിലായിട്ട് 10ഓളം പാഠഭാഗങ്ങളാണ് മലയാള സെക്കൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ജീവിതം പടർത്തുന്ന വേരുകൾ, നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ, വാക്കുകൾ വിടരുന്ന പുലരികൾ എന്നതാണ് നമ്മളുടെ 3 പ്രധാനപ്പെട്ട യൂണിറ്റുകൾ. അതിൽ പ്ലാവിലക്കഞ്ഞി, ഓരോ വിളിയും കാത്ത്, അമ്മത്തൊട്ടിൽ, കൊച്ചു ചക്കരച്ചി, ഓണമുറ്റത്ത്, കോഴിയും കിഴവിയും, ശ്രീനാരായണ ഗുരു, പത്രനീതി, പണയം, അമ്മയുടെ എഴുത്തുകൾ അല്ലെ. വളരെ ഈസി ആയിട്ടുള്ള അല്ലെ, വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 10 പാഠഭാഗങ്ങളാണ്. 10 പാഠഭാഗങ്ങൾ, 3 യൂണിറ്റ്, 3 യൂണിറ്റുകളുടെ പ്രവേശകങ്ങളും കൂടെ എന്ത് ചെയ്യണം, നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം അല്ലെ. അപ്പോൾ പലപ്പോഴും അല്ലെ ഈ ഒരു പാഠഭാഗങ്ങൾ അല്ലെ എങ്ങനെയാണ് പരീക്ഷയിൽ നമുക്ക് ചോദ്യമായിട്ട് വരിക, മുൻപത്തെ പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യം എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇങ്ങനെ കുറെ ആശങ്കകൾ നമുക്ക് ഉണ്ടാവും അല്ലെ. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എത്ര എഴുതണം. അപ്പൊ ഇതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ആരും അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഇത് 2023 നമ്മളുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 40 മാർക്കിനാണ് നമുക്ക് എക്സാം എഴുതേണ്ടതെന്ന് മക്കൾക്ക് അറിയാലോ. 1.5 മണിക്കൂർ മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഉത്തരം എഴുതുന്ന സമയത്ത് മാർക്കും സമയമൊക്കെ പരിഗണിച്ചാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അപ്പം നമുക്ക് ചോദ്യത്തിന്റെ ഘടന അല്ലെ, എങ്ങനെയാണ് നമുക്ക് പരീക്ഷയിൽ ചോദ്യം വരുന്നത്, എങ്ങനെയാണ് നമ്മൾ അവ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ടീച്ചർ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ 1 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ ഉണ്ടാവും. എത്രയാണ്? 1 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ നമുക്ക് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് ചോദിക്കും. ഇനി 2 മാർക്കിന്റെ 2 ചോദ്യങ്ങളാണ്, അതിന് 4 മാർക്ക്. അപ്പൊ മൊത്തം എത്ര മാർക്കായിടാ? 8 മാർക്കായി അല്ലെ ആദ്യത്തെ ഭാഗത്ത് നിന്നും. ഇനി എന്താണ്? 4 മാർക്കിന്റെ 5 ചോദ്യങ്ങളാണ് 20 മാർക്ക്. അപ്പൊ അത് ഷോർട്ട് എസ്സേ ആണ് അല്ലെ. 4 മാർക്കിനുള്ള 5 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും, അതിന് 20 മാർക്കാണ് മാർക്ക് വരുന്നത് അല്ലെ. ഇനി 6 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ, 2 എസ്സേ ആണ് ഉണ്ടാവുക, അതിന് 12 മാർക്കാണ്. അങ്ങനെ മൊത്തം 40 മാർക്കിൽ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചോദ്യം ഉണ്ടാവുക. ഓക്കെ, ഇതില് ആദ്യത്തെ 8 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണടാ, 8 മാർക്കിന്റെ അല്ലെ, നമ്മളുടെ ഒറ്റ വാക്കിലും, അതേപോലെ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഓ 2ഓ വരിയിൽ മാത്രം നമ്മൾ എഴുതേണ്ടതാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ 8 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, നന്നായി ചോദ്യ പേപ്പർ കൂൾ ഓഫ് ടൈമിൽ തന്നെ നമ്മൾ ഈ ചോദ്യ പേപ്പർ കൃത്യമായ രീതിയിൽ വായിച്ച് നമ്മൾ ഈ ഉത്തരങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുക, ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ ഒരു ഉത്തരങ്ങൾ അല്ലെ 8 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മൾ എഴുതി സേഫ് ആയിക്കോളുക കേട്ടോ. ഇനി 9 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ എഴുതാൻ കുറേ അധികമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 9 മുതൽ 17 വരെയുള്ള ചോദ്യമാണ്. അതിൽ 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്, എസ്സേ ചോദ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഷോർട്ട് എസ്സേ ആയിട്ട് വരുന്നത്. അതിൽ ബാക്കി 2 ചോദ്യങ്ങൾ ഏതാണ്, നമ്മളുടെ എസ്സേ ചോദ്യം 6 മാർക്കിനുള്ള ചോദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കൂടെ നമുക്ക് ടോട്ടൽ എത്ര മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്? 32ഓളം മാർക്കിന്റെ ചോദ്യങ്ങളാണ് 9 മുതൽ 17 വരെയുള്ള സെക്ഷനിൽ നമ്മൾ വരുന്നത് അല്ലെ. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ചധികം ശ്രദ്ധയോടുകൂടെ അല്ലെ, ടൈം മാനേജ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ എഴുതേണ്ടതുണ്ട്. അപ്പൊ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് കൂടെ ഈ വീഡിയോയിൽ പറഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് ദീർഘമായിപ്പോ. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ടീച്ചർ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ മക്കൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ 32ഓളം മാർക്കാണ് നമുക്ക് ഈ ഒരു 9 മുതൽ 17 വരെയുള്ള സെക്ഷൻസ് അല്ലെ ഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി സമയം, ചോദ്യമാതൃകകള്, പാഠത്തിന്റെ ആശയം,
എക്സ്ട്രാ ചോദ്യങ്ങൾ അല്ലെ. അപ്പൊ പാഠത്തിന്റെ ആശയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെ. പാഠം അറിഞ്ഞിരിക്കാതെ നമുക്ക് ഈ പറയുന്ന 40 മാർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് കിട്ടില്ല അല്ലെ. എന്താണോ പാഠഭാഗം, ഇപ്പൊ ഒരു കഥാപാത്ര നിരൂപണം ചോദിക്കുകയാണ്, പാഠവുമായി ബന്ധപ്പെട്ട ഒരു ആസ്വാദന കുറിപ്പ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതികരണ കുറിപ്പുകൾ അല്ലെ, പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് പാഠം എന്താണ്, എഴുതിയത് ആരാണ്, ഏത് കൃതിയാണെന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം അല്ലെ. ഇനി എന്താണ്, ചോദ്യ മാതൃകകളാണ്. ഉപന്യാസം പോലെ, ആസ്വാദന കുറിപ്പ് പോലെ, മുഖപ്രസംഗം പോലെ ഒരുപാട് ചോദ്യ മാതൃകകളുണ്ട് അല്ലെ. ഇതിന്റെ ഘടനയും അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അത്തരം ഘടനകള്, ചോദ്യ മാതൃകള് ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇതിനൊക്കെ എന്താണ് മക്കളെ അല്ലെ, ഏറ്റവും നല്ല ഗൈഡൻസ് നൽകി ഏറ്റവും നല്ല മാർക്കിലേക്ക് അല്ലെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസിലൂടെ പാഠഭാഗങ്ങളുടെ ആശയവും കാര്യങ്ങളും ഒക്കെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മെഗാ മാരത്തോൺ ലൈവുകളുമായിട്ട് ടീച്ചർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മലയാള സെക്കൻഡും നമുക്ക് മലയാളം ഫസ്റ്റ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഉഷാറാക്കണം. നിങ്ങൾ എന്താ അതിന് ചെയ്യേണ്ടത്, മാക്സിമം ഫ്രണ്ട്സിലേക്ക് അല്ലെ നമ്മളുടെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് സമയമാവുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, ഏറ്റവും അവസാന നിമിഷത്തിൽ പഠിച്ചാൽ മാർക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. കഴിഞ്ഞ പരീക്ഷയാണ് നിങ്ങൾക്ക് അതിന്റെ ഉത്തരമായിട്ട് ടീച്ചർക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്നും ടെൻഷൻ ആവണ്ട, ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ ഉഷാറായിട്ട് എഴുതാം. ഓൾ ദി ബെസ്റ്റ്.